റിട്ടേൺ ട്രാവലേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ കുറേ പേര് കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, വണ്ടി ഏതാണ് നല്ലത്, ഓട്ടോമാറ്റിക് വേണോ മാനുവൽ വേണോ എന്നൊക്കെയുള്ള. അപ്പം ഞാൻ മാനുവലിനെ കഴിഞ്ഞ വീഡിയോസ് എല്ലാം എൻ്റെ മാനുവലിനെ കുറിച്ചിട്ടുള്ളതായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഓട്ടോമാറ്റിക്കിനെ കുറിച്ച് നിങ്ങളുടെ അടുത്ത് പറയാം. എന്നിട്ട് ഇത് കണ്ടിട്ട് നിങ്ങൾ തന്നെ തീരുമാനിച്ച് നോക്കൂ, ഓട്ടോമാറ്റിക് ആണോ നല്ലത് മാനുവൽ ആണോ നല്ലത് എന്നുള്ളത്. അപ്പം ഇത് തന്നെ നമ്മൾ ഒത്തിരി ഡീപ്പായിട്ട് പോകുന്നില്ല. വെച്ചാൽ ഓട്ടോമാറ്റിക്കിൻ്റെ ഇപ്പം എൻജിനിൻ്റെ പെർഫോമൻസ്, അതിൻ്റെ ട്രാൻസ്മിഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒത്തിരി ഡീപ്പ് പോകും. അപ്പോൾ ഓട്ടോമാറ്റിക് കാറിൻ്റെ ബേസിക് കാര്യങ്ങളും അല്ലെ ഒരു ഓട്ടോമാറ്റിക് എങ്ങനെ ഓടിക്കാം എന്നതിനെ കുറിച്ചും ഉള്ള വീഡിയോ ആണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഓട്ടോമാറ്റിക് എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളത്. അത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് വേണോ മാനുവൽ വേണോ എന്നുള്ളത്. അപ്പം നമുക്ക് വണ്ടിയുടെ അകത്തോട്ട് കയറാം. ഒരു ഓട്ടോമാറ്റിക് വണ്ടി എന്താണ് എങ്ങനെയാണെന്ന് നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും. ഇതിൻ്റെ പെഡൽസ് നിങ്ങൾ കാണുന്നുണ്ട്. നമ്മൾക്ക് ഇതിനകത്ത് ആക്സിലേറ്റർ പെഡലും ബ്രേക്ക് പെഡലും മാത്രമേ ഉള്ളൂ, ക്ലച്ച് പെഡൽ ഇല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ക്ലച്ച് ഉള്ളത് എപ്പോഴും മാനുവൽ വണ്ടിക്കാണ്. ഇതിന് ക്ലച്ച് ഇല്ലെന്നല്ല, ക്ലച്ച് ഉണ്ട്, പക്ഷെ അത് ഓട്ടോമാറ്റിക് ആയിട്ട് മാറും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു വളരെ നല്ല സുഹൃത്ത് ഈ വണ്ടിയിലുണ്ട് എന്ന് പറയുന്നത് പോലാണ്. കാരണം പകുതി കാര്യങ്ങളും ആ സുഹൃത്ത് ചെയ്തോളും. അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു സിസ്റ്റം ഇതിനകത്ത് കമ്പനി തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഒരുവിധപ്പെട്ട കാര്യങ്ങളെല്ലാം പുള്ളിക്കാരൻ അങ്ങ് ചെയ്തോളും. അതാണ് നടക്കുന്നത്. അപ്പൊ ക്ലച്ചിന്റെ പ്രവർത്തനങ്ങൾ അല്ലെ ഹാഫ് ക്ലച്ച് കാര്യങ്ങൾ ഇതെല്ലാം അവർ ചെയ്തോളും. അപ്പൊ നിങ്ങൾ നോക്കുക, ആ രണ്ട് പെഡൽസ് നിങ്ങൾ ശ്രദ്ധിച്ചു. എന്നിട്ട് നമ്മൾ കയറിയിരിക്കും. കയറിയിരുന്ന് നിങ്ങൾ നോക്കിക്കണം ഞാൻ ഇത് എങ്ങനെയാണെന്നുള്ള. ചെരുപ്പ് ഊരിയിട്ടോട്ടെ, കാരണം കുറേ പേർക്ക് ചെരുപ്പ് ഇല്ലാതെ ഓടിക്കുന്നതാണ് നല്ലതെന്ന് കാണണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ചെരുപ്പിട്ടാണ് ഓടിക്കുന്നത്. ഇത് കണ്ടല്ലോ, ഇത് ആക്സിലേറ്റർ, ഇത് ബ്രേക്ക്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണം. ഈ എപ്പോഴും വേറൊരു കേസ് ഉള്ളത് കാല്, വലത് കാല് മാത്രം വെച്ചിട്ടേ ഉള്ളൂ. ഈ ഇടത് കാലും ഇടത് കൈയും നമ്മുടെ ഫ്രീ ആണ്. എപ്പോഴും വലത് കാല് വെച്ചിട്ടാണ് രണ്ടും ചെയ്യുന്നത്. ഇടത് കാല് എന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവും. ഒന്നുമില്ല, റെസ്റ്റ് കൊടുത്തിരിക്കുക. നമ്മുടെ ഈ ഒരു സൈഡ് ഫുള്ള് റെസ്റ്റ് ആണ്. അതാണ് ഓട്ടോമാറ്റിക്കിന്റെ വേറൊരു ഗുണം. അപ്പൊ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട, വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബ്രേക്കിൽ നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ വണ്ടി ഓൾറെഡി പാർക്കിങ്ങിലായിരിക്കും, ഹാൻഡ് ബ്രേക്ക് ഇട്ടേപ്പം കാണും, ആ രീതിയിലായിരിക്കും. അപ്പൊ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ തന്നെ ഇതിന്റെ ഈ വണ്ടിയുടെ സ്പെസിഫിക്കേഷൻ ആണ് ഏത്. ഇതിന് ഇങ്ങനത്തെ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പിന്റെ എഞ്ചിൻ സ്റ്റാർട്ടിന്റെ പ്രത്യേക ബട്ടറാണ്. ബ്രേക്ക് ചവിട്ടിയിട്ട് അത് നമ്മൾ പ്രസ് ചെയ്താൽ കീ ഇതിനകത്തുണ്ടോ എന്ന് നോക്കണം. കീ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. കീനകത്ത് ഉണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ടാവും. വണ്ടി സ്റ്റാർട്ടാക്കി ഇപ്പൊ ഡോറ് ഓപ്പൺ ആയി കിടക്കുന്നതിന്റെ ഒരു സിമ്പിൾ ഉണ്ട്. ഹാൻഡ് ബ്രേക്ക് കിടക്കുന്നുണ്ട്. സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല. ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടു. ഇത് സീറ്റ് ബെൽറ്റ് ഇട്ടതിന് ശേഷം ഡോറ് ക്ലോസ് ചെയ്യുന്നു. പറഞ്ഞ ഏറ്റവും പ്രധാന കാര്യം സീറ്റിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ്. അത് നിങ്ങൾ ഓടിക്കുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ടേ. നമ്മുടെ കംഫർട്ടിനനുസരിച്ച് നിങ്ങൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. ഫ്രണ്ടിലോട്ടോ ബാക്കിലോട്ടോ മുകളിലോട്ടോ താഴോട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ. ഓട്ടോമാറ്റിക് വണ്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിന്റെ ഗിയർ സിസ്റ്റം. നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതാണ് ഗിയറിന്റെ ലിവർ വരുന്നത്. ഇതാണ് ഗിയർ സിസ്റ്റം കാണിക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഇത് പാർക്കിങ്, ഇത് റിവേഴ്സ്, ഇത് ന്യൂട്രല്, ഇത് ഡ്രൈവ്. ഇത് നോർമൽ ഓട്ടോമാറ്റിക് വണ്ടികളിലെല്ലാം കാണുന്ന സിസ്റ്റമാണ്. ഇത് വെച്ചിട്ട് എങ്ങനെ ഇതിപ്പോ വണ്ടി പാർക്കിങ്ങിലാണ് കിടക്കുന്നത്. പാർക്കിങ്ങിൽ കിടക്കുന്ന വണ്ടി നമ്മൾ ബ്രേക്ക് ചവിട്ടിയതിനു ശേഷം ഇതിന്റെ പല വണ്ടികൾക്കും പല രീതിയിലായിരിക്കും ലിവർ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിന് വേണ്ട ഇവിടെ ഒരു സൈഡിലൊരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ബ്രേക്ക് നമ്മൾ ചവിട്ടിയിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് താഴോട്ട് ഇടുകയാണെങ്കിൽ വണ്ടി റിവേഴ്സ് ആയിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുമ്പോൾ തന്നെ വണ്ടി ബാക്കിലോട്ട് പോയി തുടങ്ങും. അത് ഈ വണ്ടിയുടെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുകയേ വേണ്ട. ഇത് തന്നെ വീണ്ടും താഴോട്ട് ഇടുകയാണെങ്കിൽ ഇത് ന്യൂട്രലാണ്. ഒന്നുകൂടെ പ്രസ് ചെയ്ത് താഴോട്ടാണെങ്കിൽ ഇതിപ്പോ ഡ്രൈവ് മോഡായി. ഈ ഡ്രൈവ് മോഡില് നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുമ്പോൾ വണ്ടി മുന്നോട്ട് പോകാൻ കുതിക്കും. ഇപ്പൊ പോകുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ടില്ല. അപ്പം ഹാൻഡ് ബ്രേക്കിൻ്റെത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് പ്രസ് ചെയ്ത് ഹാൻഡ് ബ്രേക്ക് നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞ്
വേണ്ട ഈ കാല് ജസ്റ്റ് ഞാൻ ആക്സിലേറ്റർ ഒന്നും കൊടുക്കുന്ന പോലും ഇല്ല, ഞാൻ ജസ്റ്റ് ബ്രേക്കിൽ നിന്ന് കാലെടുക്കുമ്പോൾ തന്നെ വണ്ടി മുന്നോട്ട് പോയി തുടങ്ങി. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ വണ്ടിയിൽ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ ഒന്നും കൊടുക്കേണ്ട കേസേ ഇല്ല, വണ്ടി പോയി തുടങ്ങും. അപ്പൊ ഇത് മനസ്സിലായല്ലോ, പാർക്കിങ്, റിവേഴ്സ്, ന്യൂട്രല്, ഡ്രൈവ്. ഈ ഡ്രൈവിൽ ഇട്ടിട്ട് നമുക്ക് പോവാം. റിവേഴ്സ് ആണെങ്കിൽ നമുക്കറിയാം, ആറിൽ ഇട്ടിട്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കിലോട്ട് പോകും. ഇപ്പോഴുള്ള 99% വണ്ടികളിലും ഹിൽ അസിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. ഹിൽ അസിസ്റ്റ് എന്താണെന്ന് വെച്ചാല്, നമുക്ക് ഇപ്പൊ ഹില്ല് കയറുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, മാനുവൽ വണ്ടിയാണെങ്കിൽ ഫസ്റ്റോ സെക്കൻഡോ ഒക്കെ ഇട്ടായിരിക്കും നമ്മൾ കയറുന്നത്. ആ സമയത്ത് നമ്മൾ ആക്സിലേറ്റർ കൊടുത്ത് മുന്നോട്ട് പോകും. ഓട്ടോമാറ്റിക് വണ്ടികളിലാണെങ്കിൽ നമുക്ക് ആ ഒരു സിസ്റ്റം ഇല്ല. അപ്പൊ നമ്മൾ ഓൾറെഡി ബ്രേക്കിൽ കാല് കാണും. ഈ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലേറ്റർ കൊടുക്കാനുള്ള ഒരു ടൈം ഡിലേ അത് നമുക്ക് ഈ വണ്ടി ഓട്ടോമാറ്റിക് ആയിട്ട് തരും. എങ്ങനെ പോയാലും ഒരു 3 to 7 or 8 സെക്കൻഡ് സത്യം പറഞ്ഞാൽ നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്താലും വണ്ടി ഫ്രണ്ടിലോട്ടോ ബാക്കിലോട്ടോ പോവില്ല. അതാണ് ഹിൽ അസിസ്റ്റ് എന്ന് പറഞ്ഞ എല്ലാ വണ്ടികൾക്കും ഇപ്പൊ തന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആദ്യം ഇറങ്ങിയ മാരുതിയുടെ വണ്ടികള്, എനിക്ക് തോന്നുന്നു സെലേറിയല്ലേ ആദ്യം ഇറങ്ങി. അപ്പൊ സെലേറിയയിലൊന്നും AMD ടെക്നോളജി വെച്ചിട്ട് അത് വന്നിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഇറങ്ങുന്ന എല്ലാ വണ്ടികൾക്കും അതുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത് പേടിക്കണ്ട. ഇപ്പൊ ഒരു കയറ്റത്ത് കൊണ്ടുവന്ന് വണ്ടി നിർത്തിയിട്ട് ഓട്ടോമാറ്റിക് ആണെങ്കിൽ പുറകോട്ട് പോവോ, അല്ലെ ഇറക്കത്താണെങ്കിൽ വണ്ടി ഫ്രണ്ടിലോട്ട് പോവോ എന്നുള്ളൊരു ടെൻഷൻ നിങ്ങൾക്ക് വേണ്ടേ വേണ്ട. നമുക്ക് ശരിക്കും ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലേറ്റർ ചവിട്ടാനുള്ള ഒരു സാവകാശം നമുക്ക് എന്തായാലും കിട്ടും. പിന്നെ നമ്മുടെ ഈ ശരാശരി മലയാളികൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഗിയർ ഇട്ട് ഓടിച്ചെങ്കിൽ ഒരു വണ്ടി ഓടിക്കുന്ന ഫീല് കിട്ടൂ എന്നുള്ള ഒരു സിസ്റ്റം എനിക്ക് തോന്നുന്നത്. പണ്ട് ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു. ഞാനും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ മാനുവൽ വണ്ടികൾ തന്നെ ഓടിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വണ്ടി മാത്രമാണ് ഓട്ടോമാറ്റിക്കിൽ പോയതും. അത് ഓടിച്ചു തുടങ്ങിയപ്പോഴാണ് ഓട്ടോമാറ്റിക്കിന്റെ ഒരു കംഫർട്ട് എനിക്ക് മനസ്സിലായത്. അതിനുശേഷം പിന്നെ എടുക്കുന്ന വണ്ടി എല്ലാം നമ്മൾ അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക് തന്നെ എടുത്തത്. കാരണം ഇത് ഇത്രയും കംഫർട്ടാണെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു. നമ്മൾ ആ ടിപ്പിക്കൽ മലയാളിയായിരുന്നു. അപ്പം അങ്ങനെയുള്ള ടിപ്പിക്കൽ മലയാളികൾക്ക് വേണ്ടി ഇപ്പൊ ഇറങ്ങുന്ന എല്ലാ ഓട്ടോമാറ്റിക് വണ്ടികളിലും വേറൊരു സിസ്റ്റം കൂടെ വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ, മാനുവലിൽ നമുക്ക് ഈ വണ്ടി ഓടിക്കാം. ഇതിപ്പോ പാർക്കിൽ കിടക്കാണ്, അതിനെ നമ്മളിത് പ്രസ് ചെയ്ത് റിവേഴ്സ് വന്നു, ദെൻ ന്യൂട്രൽ വന്നു, ദെൻ ഡ്രൈവ് മോഡ് വന്നു. ഈ ഡ്രൈവ് മോഡ് വന്നെടുത്ത് നമ്മൾ ഇത് എന്ത് ചെയ്യണമെന്നറിയോ, റൈറ്റിലോട്ട് ജസ്റ്റ് പ്രസ് ചെയ്താൽ ഈ ഡ്രൈവിന്റെ ഈ സിമ്പിളും കത്തി അവിടെ ഒരു പ്ലസും മൈനസും ഉണ്ട്. ഇതില് വെറുതെ ഒന്നും വേണ്ട, ജസ്റ്റ് മുകളോട്ടാക്കിയാൽ ഒന്നാമത്തെ ഗിയറായി. വണ്ടി നല്ല സ്പീഡിൽ, കുറച്ചുകൂടെ സ്പീഡാണെങ്കിൽ വീണ്ടും പ്രസ് ചെയ്താൽ രണ്ടാമത്തെ ഗിയറായി. നമ്മൾ മാനുവൽ ഓടിക്കുന്ന പോലെ ഒന്നാമത്തെ ഗിയർ, രണ്ടാമത്തെ ഗിയർ, മൂന്നാമത്തെ ഗിയർ അങ്ങനെയുള്ള. ഇത് താഴോട്ടായാൽ ആ ഗിയർ കുറഞ്ഞും വരും. ഇപ്പൊ സപ്പോസ് നമ്മൾ 5ാമത്തെ ഗിയറിൽ പൊക്കോണ്ടിരിക്കുകയാണ്, നമുക്ക് പെട്ടെന്ന് സ്പീഡ് കുറയും. നമ്മൾ ബ്രേക്ക് കെട്ടി സ്പീഡ് കുറയുമ്പോൾ നമ്മൾ ഇത് ബാക്കിലോട്ട് ആക്കിയില്ലെങ്കിൽ പോലും ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനകത്ത് കുറയുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ആ ഒരു പ്രശ്നമില്ല. പക്ഷെ കൂടാന് നമ്മൾ മാനുവൽ മോഡിലാണെന്നുണ്ടെങ്കിൽ മാനുവല് ഇത് മുകളോട്ട് ആക്കിയെങ്കിൽ മാത്രമേ ഇപ്പൊ ഫസ്റ്റ് ഗിയറിൽ നിന്ന് സെക്കൻഡ് ആവുകയോ സെക്കൻഡിൽ നിന്ന് തേർഡ് ആവുകയോ ചെയ്യുള്ളൂ. പക്ഷെ ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ കുറയുന്നതിന് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് നമുക്ക് ചെയ്യാനും പറ്റും. അപ്പൊ ഇത് നമുക്ക് ഇതിൽ കാണാനും പറ്റും. ഇതിപ്പോ അതിനകത്ത് കാണുന്നുണ്ട്, ഒന്നാമത്തെ ഒന്നൊന്ന് കാണിക്കുന്നുണ്ട് അതിനകത്ത്. അപ്പൊ അത് നമ്മൾ പ്രസ് ചെയ്തുകൊണ്ട് വീണ്ടും ആക്കിയ മുകളിൽ 2 കാണിക്കും, പിന്നെ താഴോട്ടാക്കിയ വീണ്ടും കുറഞ്ഞ 1 അപ്പൊ ഇതേ സിസ്റ്റത്തിൽ നമുക്ക് തീർച്ചയായിട്ടും വണ്ടി ഓടിക്കാൻ പറ്റും. ഓടിക്കുന്നില്ല സത്യത്തിൽ, വണ്ടി നിർത്തിയിട്ടിട്ട് ഞാനിത് 2 വരെ നമുക്ക് അതിൽ കാണിക്കും. നല്ല രീതിയിൽ ഓടിച്ചു പോകുന്നെങ്കിലേ നമുക്ക് 5 വരെയുള്ളത് കാണിക്കാൻ പറ്റൂ. അപ്പൊ ഇപ്പൊ ഇത് നിർത്തിയിട്ട് പറയുന്നത് കൊണ്ട് 2 വരെ കാണിക്കാം. ഇനി ഞാൻ ജസ്റ്റ് ഓടിക്കുമ്പോൾ അല്ലാതെ കാണിക്കാം. നമ്മൾ ഫസ്റ്റ് ഇട്ടിട്ട് വണ്ടി ഇതേ മൂവ് ചെയ്ത് ഇച്ചിരി ആകുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇത് ഫസ്റ്റ് ഗിയറിന്റെ സ്പീഡ് അല്ല. അപ്പൊ സെക്കൻഡിലോട്ട് മാറാൻ വേണ്ടി നമ്മൾ വീണ്ടും ജസ്റ്റ് ഇത്രയൊന്ന് ആക്കിയാൽ മതി. സെക്കൻഡായി, വീണ്ടും നല്ലോണം മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തേർഡായി. ഈ വണ്ടിക്കുള്ള വേറൊരു പ്രത്യേകതയുണ്ട്. ഇതിന് ഇത് തന്നെ ഡ്രൈവ് ട്രാക്ഷൻ എന്ന് കാണിക്കുന്നത് ഇതൊരു കീ ആണ്. ഇത് ജസ്റ്റ് ഇങ്ങോട്ട് പ്രസ് ചെയ്താൽ ഇത് നോർമൽ മോഡിൽ നമുക്ക് ഓടിക്കാം. വീണ്ടും ഒന്നുകൂടെ താഴോട്ട് പ്രസ് ചെയ്താൽ അത് എക്കണോമി മോഡിൽ ഓടിക്കാം. ഇവിടെ മോഡ് കാണിക്കും, കണ്ടോ? ഇവിടെ ഇതിപ്പോ സ്പോർട്സ് മോഡാണ്. ഇതൊന്നുകൂടെ പ്രസ് ചെയ്താൽ എക്കോ മോഡ്, ഒന്നുകൂടെ തിരിച്ചാൽ നോർമൽ മോഡ്. അങ്ങനെ 3 മോഡിൽ നമുക്ക് ഈ വണ്ടി ഓടിക്കാൻ പറ്റും. അപ്പൊ മിക്കവാറും ഓട്ടോമാറ്റിക് വണ്ടികളിൽ അങ്ങനെ മോഡുണ്ട്. അപ്പൊ എക്കണോമി ആണെങ്കിൽ നമുക്ക് ഫ്യൂൽ എഫിഷ്യൻസി കുറച്ചുകൂടെ കിട്ടും. ഓട്ടോമാറ്റിക് വണ്ടികളിൽ ഫ്യൂൽ എഫിഷ്യൻസി എല്ലാരും പറയും ഓട്ടോമാറ്റിക്കിന് ഒട്ടും മൈലേജ് കിട്ടില്ല എന്ന്. പക്ഷെ എനിക്ക് അങ്ങനെ വലുതായിട്ട് വലിയ ഡിഫറൻസ് ഒന്നും തോന്നില്ല. ഇപ്പൊ ഇറങ്ങുന്ന ഓട്ടോമാറ്റിക് വണ്ടികളെല്ലാം അത്യാവശ്യം നല്ല മൈലേജ് നമുക്ക് കിട്ടുന്നുണ്ട്.
അങ്ങനെ ഒത്തിരി അങ്ങ് ഡിഫറൻസ്, ചിലപ്പോൾ ഒന്നോ രണ്ടോ വ്യത്യാസം വന്നേക്കാം മാനുവൽ വണ്ടിയായിട്ട്, അല്ലെങ്കിൽ എന്തായാലും നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട്. പലതരം ഓട്ടോമാറ്റിക് വണ്ടികളുണ്ട്, അത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. മറ്റേ നമ്മുടെ AMT എന്ന് പറഞ്ഞ ഓട്ടോമാറ്റിക് സിസ്റ്റം, മാരുതി ആദ്യം തുടങ്ങിയ ഓട്ടോമാറ്റിക് സിസ്റ്റം ഉണ്ട്. പിന്നെ DCT വണ്ടികളുണ്ട്, CVT ഉണ്ട്. അങ്ങനെ പലതരം ഓട്ടോമാറ്റിക് എൻജിൻസ് ഇന്ന് അവൈലബിൾ ആണ്. ഇന്ന് നമ്മുടെ മാരുതിയുടെ തന്നെ ഓൾട്ടോ K10, വാഗണർ, സെലേറിയോ, ഇതെല്ലാം ചെറിയ വണ്ടികളിൽ വരുന്നതാണ്. എക്സ്പ്രസോ, നമ്മുടെ XUV ലുക്കിലിരിക്കുന്ന എക്സ്പ്രസോ, അങ്ങനെ കുറെ വണ്ടികളുണ്ട്. ടാറ്റയുടെ ആണെങ്കിൽ പഞ്ചുണ്ട്, ടിയാഗോ ഉണ്ട്, ഇതെല്ലാം ഓട്ടോമാറ്റിക്കിൽ വരുന്നുണ്ട്. പിന്നെ റെനോൾട്ടിലെ ക്വിഡ്, പിന്നെ കൈഗർ, ഇതൊക്കെ അതിനകത്ത് വരുന്നതാണ്. കിയയുടെ ആണെങ്കിൽ സോണറ്റ്, സെൽട്ടോസ്, ഇതൊക്കെ. സെൽട്ടോസ് എന്ന് വെച്ചാൽ വലിയ വണ്ടിയാണ്. സോണറ്റ് അതിന്റെ തൊട്ട് ചെറിയ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നതാണ്, എന്നാലും അത്യാവശ്യം വലിപ്പമുണ്ട്. നമ്മുടെ ചെറിയ വണ്ടി നമ്മുടെ സിറ്റി ഉപയോഗത്തിന് അത് പറ്റുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയുണ്ട്. അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ കമ്പനികളും ഇന്ന് ഓട്ടോമാറ്റിക് വണ്ടികൾ, ചെറിയ കാറുകൾ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബലേനോ, അത് പ്രീമിയം, നെക്സാഡ ആണ് പ്രീമിയം വണ്ടികളിൽ വരുന്ന. ബലേനോ ഉണ്ട്. പിന്നെ അങ്ങനെ ഒരുവിധപ്പെട്ട ഇഷ്ടംപോലെ വണ്ടികൾ എല്ലാ കമ്പനികളും, നിസാന്റെ മാഗ്നൈറ്റ്, അത് വരുന്നുണ്ട്. അങ്ങനെ അതുപോലെ തന്നെ ടൊയോട്ടയുടെ വണ്ടികളുണ്ട്. നമ്മുടെ മാരുതിയുടെ ബലേനോ തന്നെ ടൊയോട്ട ഇറക്കുന്ന രീതിയിൽ ഗ്ലാൻസ എന്ന് പറഞ്ഞിട്ട് അതിന് ഓട്ടോമാറ്റിക് രീതിയിൽ വരുന്നുണ്ട്. പിന്നെ ടൊയോട്ടയുടെ ടേസർ വരുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഫ്രോണക്സ് തന്നെയാണ്, മാരുതിയുടെ ഫ്രോണക്സ് തന്നെയാണ്. ഇനിയിപ്പം അറിയാലോ, മാരുതിയും ടൊയോട്ടയും കൂടെ കമ്പൈൻ ചെയ്ത് കുറേ വണ്ടികൾ ഒരേ രൂപത്തിൽ, എംബ്ലം മാത്രം ഡിഫറെന്റ് ഉള്ള രീതിയിൽ കുറേ വണ്ടികൾ ഇറക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ നോക്കുക, നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് ഏത് വേണം, സർവീസ് ഏതാണ് ബെറ്റർ എന്നൊക്കെ നോക്കി നമ്മൾ വണ്ടി എടുക്കുമ്പോൾ അങ്ങനെ കുറെ കാര്യങ്ങളോട് ശ്രദ്ധിക്കണം കേട്ടോ. വളരെ ശ്രദ്ധിക്കേണ്ട കേസുകളാണ്. നമുക്ക് സ്പെയർ പാർട്സ് ഒക്കെ അവൈലബിൾ ആണോ, അല്ലെ വണ്ടിയുടെ നല്ല സർവീസ് കിട്ടുന്നുണ്ടോ, നല്ല അവരുടെ വണ്ടിയുടെ പെർഫോമൻസ് ഫസ്റ്റ്. വണ്ടിയുടെ പെർഫോമൻസ് നമ്മുടെ ഇഷ്ടം, അതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളോട് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ എപ്പോഴും വണ്ടി എടുക്കാൻ. അത് പുതിയ വണ്ടികളാണെങ്കിലും സെക്കൻഡ്സ് വണ്ടികളാണെങ്കിലും. പിന്നെ എനിക്ക് ഓട്ടോമാറ്റിക് ഭയങ്കര കംഫർട്ട് തോന്നി, അതുകൊണ്ട് തന്നെ ഞാൻ ഓട്ടോമാറ്റിക്കിനെ കുറിച്ച് കൂടുതൽ പറയുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കാര്യമാണ്. എന്നാൽ ഇത്രയും വർഷം 2010 വണ്ടി പഠിച്ചതിന് ശേഷം ഈ 15 വർഷത്തോളം ഞാൻ മാനുവൽ വണ്ടികൾ തന്നെയാണ് കൂടുതൽ ഓടിച്ചിട്ടുള്ളത്. എനിക്ക് രണ്ടും കംഫർട്ടാണ്, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. എന്നാലും മോർ കംഫർട്ട് എൻ്റെ ഓപ്ഷൻ എപ്പോഴും ഓട്ടോമാറ്റിക് തന്നെയാണ്. പിന്നെ നമ്മുടെ പ്രീമിയം വണ്ടികളെല്ലാം ഏകദേശം ബെൻസ് ആയാലും ഓഡി ആയാലും BMW ആയാലും എല്ലാം ഓട്ടോമാറ്റിക് ആണ്. സത്യം പറഞ്ഞാൽ എനിക്കിത് അറിയത്തില്ലായിരുന്നു. ഞാൻ ഒരു ടിപ്പിക്കൽ മലയാളി, ഒരു സാധാരണ ആളെന്നുള്ള രീതിയിൽ അങ്ങനെയുള്ള ചിന്താഗതിയായിരുന്നു. ഞാൻ ബെൻസ് ഓടിച്ചതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഇത് ഇത്രത്തോളം കംഫർട്ടാണെന്നും. എല്ലാ പ്രീമിയം വണ്ടികളും മെജോറിറ്റി 99.9% ഓട്ടോമാറ്റിക് തന്നെയാണ്. പിന്നെ ചിലർക്ക് ഈ പറഞ്ഞ പോലെ മാനുവൽ ഓടിക്കണം എന്നുള്ള കേസിൽ വരുന്നവർക്ക് വേണ്ടി മാത്രം ഒന്നോ രണ്ടോ വണ്ടികൾ, അതും പഴയത് അതേ ഉള്ളൂ, അല്ലാതെ ഇറങ്ങുന്ന ഒന്നും അങ്ങനെയല്ല. അതുകൊണ്ട് ഓട്ടോമാറ്റിക് മോശമാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എൻ്റെ അനുഭവം കൊണ്ടും എൻ്റെ കാഴ്ചപ്പാടുമാണ് പറയുന്നത്. പിന്നെ ഈ വണ്ടിയുടെ ഫീച്ചേഴ്സ് ആണെങ്കിൽ, ഫീച്ചേഴ്സ് പറയാനും സ്പെസിഫിക്കേഷൻ പറയാനും തുടങ്ങിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു വീഡിയോയിലൊന്നും നിൽക്കത്തില്ല, അത്രത്തോളം ഉണ്ട്. ഈ വണ്ടിയാണെങ്കിൽ തന്നെ ഇതിന് കുറേ ഫീച്ചേഴ്സ് ഉള്ള വണ്ടികളാണ്. അതൊക്കെ നമുക്ക് പിന്നീട് ഏതെങ്കിലും ഒരെണ്ണത്തിൽ പറയാം. പിന്നെ എൻ്റെ ആദ്യത്തെ വീഡിയോയിലെ കമന്റ്സിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വണ്ടി ഏതാണ് നല്ലത് എന്നുള്ളത്. അപ്പൊ അതിനും കുറച്ച് നമ്മൾ നോക്കിയിട്ട് നല്ല രീതിയിൽ നിങ്ങളോട് പറയണം. അത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. ഇനിയൊരു വീഡിയോയിൽ എന്തായാലും ഞാൻ വണ്ടികളെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യാവുന്ന തന്നെ കരുതുന്നുണ്ട്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ, ഞാൻ വലിയ എക്സ്പേർട്ട് ഒന്നും അല്ല, എനിക്കറിയാവുന്നതും ഞാൻ വായിക്കുന്നതും മനസ്സിലാക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പം എൻ്റെ കാഴ്ചപ്പാടുകൾ, എൻ്റെ അനുഭവങ്ങൾ, അതാണ് എൻ്റെ വീഡിയോസ് എപ്പോഴും. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കുറെ പേരുടെ കമന്റ്സ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. ഇത്രയും പേരത് കാണുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. അപ്പൊ നിങ്ങളുടെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റിൽ ഇട്ട് കഴിഞ്ഞാൽ, എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ, എനിക്ക് അറിയാവുന്നത് എന്തായാലും ഞാൻ തിരിച്ച് കമന്റ് ചെയ്യാനും മറുപടി അറിയിക്കാനും ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇനി കൂടുതൽ എന്തെങ്കിലും അറിയണം, എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങളുടെ കമന്റിലൂടെ വരുന്നതാണ്. നിങ്ങൾ ഓരോ കമന്റിലും എന്നോട് ചോദിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഞാൻ പറഞ്ഞപ്പോൾ ഒരിക്കലും ഇതിന്റെ വണ്ടിയുടെ ബേസിക് കാര്യങ്ങൾ പറയുമെന്നോ വണ്ടി എങ്ങനെ ഓടിക്കാമെന്ന് പറയുന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. എന്നോട് ഓരോരുത്തർ ചോദിക്കുമ്പോൾ ഞാൻ
പറഞ്ഞു വരുന്നതാണ്. അത് ഓരോ പ്രാവശ്യം ഇടുന്തോറും അതിന്റെ വ്യൂസ് കൂടുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഇത്രയും പേര് ഇത് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കൊണ്ട് ഒരാൾക്കെങ്കിലും പ്രയോജനം ഉണ്ടാവുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് ഈ ഉള്ള സമയം കണ്ടെത്തി ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമാവുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ കമന്റ്സ് നല്ലതായാലും ചീത്തയായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ പറയണം. കമന്റ്സിൽ ഇട്ടിരുന്നാൽ മതി. എനിക്ക് പറ്റുന്നത് ഞാൻ തിരുത്താൻ എന്തായാലും ശ്രമിക്കാം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരുത്താൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.